വാസ്തവത്തിൽ രണ്ടുപേരും പറഞ്ഞതൊന്നാണെങ്കിലും പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അതാണ് ലോകം ആവശ്യപ്പെടുന്നത്. എന്ത് പറയുന്നു എന്നല്ല, അത് എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണു എന്നല്ല. ഇത് തന്നെയാണ് ജീവിതം. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം തമ്മിലുള്ള ബന്ധത്തിലുണ്ടല്ലോ, എല്ലാവർക്കും ആവശ്യം ആദരവിൻ്റെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രീതിയിൽ പ്രകടിപ്പിക്കലാണ്. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നല്ല സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവുമോ? നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നമ്മളൊക്കെ ഡിസ്റ്റേബ്ഡ് ആവുന്നത് ഓരോരുത്തരുടെയും പ്രകടനത്തിലുള്ള വ്യത്യാസം കൊണ്ടല്ലേ? ആണോ അല്ലയോ? അല്ലേ? അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. ഇപ്രകാരം ഒന്ന് പ്രതീക്ഷയും രണ്ടാമത്തത് പ്രകടനവും. പ്രതീക്ഷയേക്കാൾ ഉപരി നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണം? പ്രകടനത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന്. ഇനി വീണ്ടും ഈ കാര്യം ഒന്നുകൂടി നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു അധ്യായമാണ് ധ്രുവചരിതം പറയുന്ന 8ാമത്തെ അധ്യായം. നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത്. ആ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു രസകരമായ ഒരു ഭാഗം ഇതിലുണ്ട്. പറയാണ്, മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് 8ാമത്തെ അധ്യായത്തിൽ, മൃഷാധർമ്മസ്യ ഭാര്യാസിൽ ധംബം മായാം ച ശത്രുഹൻ അസൂതമിഥുനം ദത്തോ നിർദ്ദിജഗൃഹേ പ്രജാ തയോ സമപല്ലോബോധകൃതിശ്ച മഹാമതി ത്വാഭ്യം ക്രോധശ്ച ഹിംസാശ്ച യദ്ദുരക്തി സുസാകലി ദുരുക്തോ കലിരാധത്ത ഭയം മൃത്യും ച സത്തമ തയോശ്ച മിഥുനം ജഗ്ഞേ യാതനാ നിരയസ്തഥാ. ഇതിനെ പറയും അധർമ്മ കുടുംബം എന്ന് പറയും. സാധാരണ നമുക്ക് ധർമ്മ കുടുംബങ്ങളല്ലേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് അധർമ്മത്തിന്റെ കുടുംബം. ഈ അധർമ്മം എന്നുള്ളതും ബ്രഹ്മാവിൽ നിന്ന് പ്രകടമായതാണ്. എന്തൊക്കെയാണ് അത്ര ഈ അധർമ്മ കുടുംബത്തിന്റെ പ്രത്യേകത? അധർമ്മം എന്ന് പറയുന്ന ആൾക്ക് ഭാര്യയായിരുന്നു മൃഷ. മൃഷ എന്ന് പറഞ്ഞാൽ അസത്യം, അതാണ് മൃഷ. ഇവർക്ക് രണ്ടുപേർക്കും 2 മക്കളുണ്ടായി, ഒരാണും ഒരു പെണ്ണും. ആണിന്റെ പേരായിരുന്നു ദമ്പം, പെണ്ണിന്റെ പേരായിരുന്നു മായ. ദമ്പവും മായയും. അപ്പൊ എന്താ അതിന് അർത്ഥം? എവിടെ അധർമ്മമുണ്ടോ അവിടെ അസത്യമെല്ലാം സത്യമായി തോന്നും. അസത്യം സത്യമായി തോന്നിയാൽ അവിടെയൊക്കെ ദമ്പം വരും. ദമ്പമുള്ളവർക്ക് മായയിൽ കുടുങ്ങും, അറ്റാച്ച്മെന്റിൽ കുടുങ്ങും. ഇനി ഇവരെ രണ്ടുപേരും നിർതി എന്ന് പറയുന്ന ഒരാള് ദത്തെടുത്തു എന്നാണ്. ഈ രണ്ടുപേരെയും, ആരെ രണ്ടുപേരെയും? ദമ്പത്തിനെയും മായയും. നിർതി എന്ന് പറഞ്ഞാൽ വളരെ അസത്യം, അസത്യത്തിന്റെ അസത്യം, അവരാണ് എടുക്കുന്നത്. ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചു. ആര്? സഹോദരി സഹോദരന്മാര്, ദമ്പവും മായയും. അവർക്ക് 2 പുത്രന്മാരുണ്ടായി. ഒന്ന് ലോഭം എന്ന് പറയുന്ന പുത്രനും 2 നികൃതി എന്ന് പറയുന്ന പുത്രിയും. ലോഭം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള വിഷമം, നികൃതി എന്ന് പറഞ്ഞാൽ ഇത് എന്റെയാണെന്ന് പിടിച്ചു വെക്കാനുള്ള വാസന. പിന്നീടോ അവര് രണ്ടുപേരും കല്യാണം കഴിച്ചു, ഈ ലോഭവും നികൃതിയും. അവർക്ക് 2 കുട്ടികൾ, ക്രോധമെന്നും ഹിംസയെന്നും. പിന്നെ അവര് രണ്ടുപേരും കല്യാണം കഴിച്ചു, അവർക്ക് 2 കുട്ടികൾ, കലിയെന്നും ദുരുക്തി എന്നും. അവരും കല്യാണം കഴിച്ചു, അവർക്ക് ഭയമെന്നും മൃത്യു എന്നും 2 പുത്രന്മാർ. അവരും കല്യാണം കഴിച്ചു, അവർക്ക് യാതനയെന്നും നിരയമെന്നും. ഇങ്ങനെ അധർമ്മത്തിന്റെ മക്കള് ദമ്പം, ദമ്പത്തിന്റെ മക്കള് ലോഭം, ലോഭത്തിന്റെ മക്കള് ക്രോധം, ക്രോധത്തിന്റെ മക്കള് കലി, കലിയുടെ മക്കള് ഭയം, ഭയത്തിന്റെ മക്കള് യാതന. എത്ര സെറ്റ്? 7 സെറ്റ്. ഇതൊക്കെ ഒരു ഫാമിലിന്നാ വന്നത്. ആരുന്നാ വന്നത്? അധർമ്മത്തിൽ നിന്ന്. എന്താ ഇവിടെ വളരെ ചിന്തിക്കണേ. അധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ പൂർവികന്മാർ അധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് ധരിക്കുക എന്നാണ് ആ ശബ്ദത്തിനർത്ഥം. ധരതി ഇതി ധർമ്മ. നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ധരിക്കണം. നമ്മുടെ ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്നത് പോലെ മനസ്സിലും ബുദ്ധിയിലും ധരിക്കണം. ആരെ ധരിക്കണം? ആരെയാണ് ധരിക്കേണ്ടത്? ധർമ്മം എന്നുള്ള ശബ്ദത്തിനർത്ഥം ആരെയാണ് നമ്മൾ ധരിക്കേണ്ടത്? നമ്മുടെ മനസ്സ് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് ആ പരമസത്യത്തെ നമ്മൾ ധരിച്ചിരിക്കണം.